ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്തത്ര വൈവിധ്യമാർന്ന ദശലക്ഷക്കണക്കിന് ജീവജാല വർഗ്ഗങ്ങളെ ഈ മഴക്കാടിൽ നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ജീവജാലങ്ങളെ മുഴുവനായും കണ്ടെത്താൻ മനുഷ്യന് ഇനിയും കഴിഞ്ഞിട്ടില്ല. മാസം തോറും നിരവധി പുതിയ ജീവവർഗ്ഗങ്ങളെ ഇവിടെ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നുമല്ലാതെ വനനശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും സാധാരണ നമ്മൾ ആമസോണിനെക്കുറിച്ച് വാർത്തകളിൽ കേൾക്കാറുള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കാട് ആമസോണാണ്. 10,000 സ്ക്വയർ കിലോമീറ്ററിലും കൂടുതൽ വിസ്തീർണതയുള്ള വനമാണ് ഓരോ വർഷവും ആമസോണിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആമസോൺ മഴക്കാടിൻ്റെ 26% കൂടുതൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഇത് തുടർന്നാൽ 2030 ആവുമ്പോഴേക്കും ആമസോൺ മഴക്കാടിൻ്റെ പകുതിയിൽ കൂടുതലും നശിക്കും. ഇങ്ങനെ ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് ആമസോൺ മഴക്കാടിനെ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് കരുതുക. അങ്ങനെ നശിപ്പിച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അത് എങ്ങനെയായിരിക്കും ലോകത്തിനെ ബാധിക്കുന്നത്? നോക്കാം നമുക്ക് വിശദമായി തന്നെ. 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ മഴക്കാടിന് ഏകദേശം 55 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ, അതായത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇരട്ടിയോളം വലിപ്പം വിസ്തീർണതയുണ്ട്. ഇവിടെ ഏകദേശം 40,000 കോടിയോളം മരങ്ങൾ ഉണ്ടെന്നാണ് നിഗമനം. നമ്മുടെ ഗാലക്സിയിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ അളവിലായി ആമസോൺ റെയിൻ ഫോറസ്റ്റിലുള്ള മരങ്ങൾ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരു വിശാലമായ തരിശു നിലം മാത്രമായിരിക്കും. ആമസോൺ മഴക്കാട് മുഴുവനും നശിക്കും. വെട്ടിയെടുത്ത ഈ 40,000 കോടി മരങ്ങളും കാലക്രമേണ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നശിക്കപ്പെടും. അങ്ങനെയെങ്കിൽ അതിലൂടെ അന്തരീക്ഷത്തിൽ എത്തുന്നത് 10,000 കോടിയിലേറെ ടൺ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും. അതായത് പ്രതിവർഷം മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ 4 മടങ്ങോളം കൂടുതൽ. വൻതോതിലുള്ള ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തിയാൽ അത് ആഗോളതാപനത്തിൻ്റെ ആധിക്യം വർദ്ധിക്കാനിടയാണ്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ 20%-നും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒന്നാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. സോ ആമസോൺ മഴക്കാട് മുഴുവൻ നശിച്ചാൽ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20% കുറയും. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. എല്ലാ മഴക്കാടുകളെയും പോലെ ആമസോൺ വൻതോതിലുള്ള ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതേസമയം സസ്യജാലങ്ങളെ നോക്കിയാൽ അവ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല, ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആമസോണിൽ ഉണ്ടാകുന്ന ഓക്സിജൻ ഏകദേശം പൂർണ്ണമായും അവിടുത്തെ ആവാസ വ്യവസ്ഥ തന്നെ ഉപയോഗിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജനിൽ 1% പോലും ആമസോണിൽ നിന്നും വരുന്നതല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ആമസോൺ മഴക്കാട് മുഴുവൻ നശിച്ചാലും അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. പക്ഷേ അന്തരീക്ഷത്തിലെത്തിയ വൻതോതിലുള്ള കാർബൺ ഡയോക്സൈഡ് മൂലം നമുക്ക് ശ്വസിക്കാൻ സാധാരണഗതിയിൽ നിന്നും ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മാത്രമല്ല, കരയിലെയും സമുദ്രത്തിലെയും ഉൾപ്പെടെ സകല ജീവികളെയും ഇത് ബാധിക്കും. അതായത് അന്തരീക്ഷത്തിൽ അമിതമായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉള്ളതുകൊണ്ട് അത് പതിയെ സമുദ്രത്തിലും ലയിച്ചു ചേരും. കാർബൺ ഡയോക്സൈഡിനെ കൂടുതലായി വലിച്ചെടുക്കുന്നതിനനുസരിച്ച് സമുദ്രം കൂടുതൽ അസിഡിക്കായി മാറും. അങ്ങനെ സമുദ്രത്തിൻ്റെ അമ്ലഗുണം വർദ്ധിക്കും. ഇത് പല സമുദ്രജീവികളെയും നശിപ്പിക്കും. അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പുറന്തോടുള്ളതും അതിന് സമാനമായ ഘടനകളുള്ളതുമായ ജീവികളാണ്. ജലത്തിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ജീവികളുടെ പുറന്തോടും മറ്റുമൊക്കെ പെട്ടെന്ന് ദ്രവിക്കുകയും നശിച്ചു പോവുകയും ചെയ്യും. പല ജീവജാലങ്ങൾക്കും ഒരുപക്ഷെ വംശനാശം തന്നെ സംഭവിച്ചേക്കാം. ഭൂമിയിലെ മുഴുവൻ ജീവജാല വർഗ്ഗങ്ങളിൽ 10%-വും ജീവിക്കുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. ഇവിടെ 40,000-ലേറെ പ്ലാന്റ് സ്പീഷീസ്, 3,000 ഫ്രഷ് വാട്ടർ ഫിഷ് സ്പീഷീസ്, 378 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ്, 25 ലക്ഷത്തിൽ കൂടുതൽ ഇൻസെക്ട് സ്പീഷീസ്, 1,300-ലധികം ബേർഡ് സ്പീഷീസ്, 427 മാമൽസ്, 400-ലേറെ ആംഫിബിയൻസ് അഥവാ ഉഭയജീവി വർഗ്ഗങ്ങൾ,
അങ്ങനെ ഒത്തിരിയേറെ ജീവജാല വർഗ്ഗങ്ങൾ അതിജീവിക്കുന്നുണ്ട്. ഇത്രയേറെ വ്യത്യസ്തമായ സ്പീഷീസ് ഉള്ള ഒരു എക്കോസിസ്റ്റം ലോകത്തിൽ മറ്റൊരിടത്തുമില്ല. നിർഭാഗ്യവശാൽ ഇതിൽ വലിയൊരു ശതമാനം സ്പീഷീസിന് വംശനാശം സംഭവിക്കും. ഇതൊന്നും കൂടാതെ ഇവിടെ വസിക്കുന്ന 3 കോടിയിലേറെ മനുഷ്യരുടെ കാര്യവും കഷ്ടത്തിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടമാണ് ആമസോൺ റിവർ ബേസിൻ. അതിനു മുകളിലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ മഴക്കാട് മുഴുവൻ നശിച്ചാൽ ജലത്തിലെ വലിച്ചെടുക്കാനും മണ്ണിനെ പിടിച്ചു നിർത്താനും ചെടികളും മരങ്ങളും ഒന്നുമില്ലാതെ ഇവിടെ തീവ്രമായ രീതിയിൽ മണ്ണൊലിച്ചിലുണ്ടായി വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ആമസോണിലുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണ് മുഴുവൻ നഷ്ടമാകും. പിന്നീട് ഇവിടെ സസ്യജാലങ്ങൾ ഒന്നും തന്നെ പുതിയതായി ഉണ്ടാകില്ല. ആമസോൺ റെയിൻ ഫോറസ്റ്റ് വ്യാപിച്ചു കിടക്കുന്ന സകല രാജ്യങ്ങളെ അത് വളരെ കാര്യമായി ബാധിക്കും. കൃഷികളും ടൂറിസവുമാണ് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഘടകം. ഇത് രണ്ടുമില്ലാതെ ഈ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായി പൂർണ്ണമായും തകരും. പിന്നെ ഒരുപാട് കാലങ്ങൾ എടുത്താൽ മാത്രമേ അതിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളൂ. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഏകദേശം 25% ഉൽപ്പാദിപ്പിക്കുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ ജീവജാലങ്ങളിൽ നിന്നുമാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ആമസോണിലുള്ള 5% സസ്യജാലങ്ങളുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പോലും നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത മരുന്നുകൾക്ക് ആവശ്യമായ പലതരം സസ്യങ്ങൾ ഇനിയും ഈ കാടിനുള്ളിൽ ഒരുപാടുണ്ടായിരിക്കാം. കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് ആഗോളതലത്തിൽ മനുഷ്യരുടെ ശരാശരി ആയുസ്സിൻ്റെ ദൈർഘ്യം 6 വർഷത്തോളമാണ് കൂടിയത്. ഇന്ത്യയുടെ മാത്രം കണക്ക് നോക്കിയാൽ അത് ഏകദേശം 8 വർഷത്തോളമാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാന കാരണം തീർച്ചയായും വൈദ്യശാസ്ത്ര രംഗത്തിൻ്റെ പുരോഗതി തന്നെയാണ്. ആരോഗ്യരംഗത്ത് നമുക്ക് ലഭിക്കേണ്ട വലിയൊരു സംഭാവനയാണ് ആമസോൺ മഴക്കാട് നശിപ്പിക്കുന്നതിലൂടെ നഷ്ടമാകാൻ പോകുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ നാശം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലോകത്തിലെ തന്നെ വെതർ കണ്ടീഷൻസിനെ ആയിരിക്കും. ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ സസ്യങ്ങളിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ട്രാൻസ്പിരേഷൻ എന്ന് നമുക്കറിയാമല്ലോ. ഈ ജലം മേഘങ്ങളായി കൂടിച്ചേരുകയും പിന്നെ മഴയായി പെയ്യുകയും ചെയ്യും. പക്ഷേ നമുക്ക് ലഭിക്കുന്ന മഴയുടെ മുഴുവൻ കാരണവും ഇതുപോലെയുള്ള മഴക്കാടുകളല്ല. മഴയിലുള്ള ഭൂരിഭാഗം ജലവും വരുന്നത് സമുദ്രത്തിൽ നിന്നുമാണ്. പിന്നെ നദികളും കായലുകളും പോലെയുള്ള മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നും. എന്നാലും ചെടികളും വൃക്ഷങ്ങളുമൊക്കെ പുറത്തുവിടുന്നത് അത്ര ചെറിയ തോതിലുള്ള ജലമൊന്നുമല്ല. വലിച്ചെടുക്കുന്ന ജലത്തിൽ വെറും 2% മാത്രം ഉപയോഗിച്ചതിന് ശേഷം ബാക്കി ജലം മുഴുവൻ അവ ട്രാൻസ്പിരേഷനിലൂടെ പുറത്തുവിടും. ഉദാഹരണത്തിന് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മാവ് 100 കണക്കിന് ലിറ്റർ ജലമാണ് വെറും ഒരൊറ്റ ദിവസം കൊണ്ട് ട്രാൻസ്പിരേഷനിലൂടെ പുറത്തുവിടുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ ഏകദേശം 15% ഇങ്ങനെ ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. പക്ഷേ കാട് മൊത്തം വെട്ടിത്തെളിക്കുന്നതോടെ ആമസോണിൽ പിന്നെ മഴ തീരെ ഇല്ലാതെയാകും. 6% കാട് നശിപ്പിച്ചതിൻ്റെ പാർശ്വഫലങ്ങൾ തന്നെ വരൾച്ചയുടെ രൂപത്തിൽ ഇപ്പോൾ ആമസോണിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കാട് മൊത്തം നശിപ്പിച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ മാത്രമായിരിക്കില്ല. സൗത്ത് അമേരിക്കയിൽ മുഴുവൻ വരൾച്ച ഉണ്ടാകും. നോർത്ത് അമേരിക്കയിൽ പോലും ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ പകുതി മഴ പോലും പിന്നെ ലഭിക്കാതെയാകും. അപ്പോൾ അവിടെയും വരൾച്ച ഒരു ഗൗരവമായ പ്രശ്നമാണ്. വരൾച്ചയ്ക്ക് പുറമെ ഈ സ്ഥലങ്ങളിലെല്ലാം കഠിനമായ ചൂട് വർദ്ധിക്കുന്നതിലൂടെ കാട്ടുതീകൾ പെട്ടെന്ന് പടർന്നു പിടിക്കും. ഇതിനൊക്കെ പുറമെ നേരത്തെ പറഞ്ഞതുപോലെ ആമസോണിനെ മുഴുവൻ വെട്ടി നശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കുകയും അത് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടാൻ കാരണമാവുകയും ചെയ്യും. ഗ്ലോബൽ ടെമ്പറേച്ചർ വർദ്ധിച്ചാൽ മഞ്ഞുകട്ടകൾ ഉരുകി സമുദ്രജലനിരപ്പ് ഉയർന്ന് കാലാവസ്ഥ തീവ്രമാവും. അതോടെ മഴ പെയ്യലിൻ്റെ ക്രമം തകരാറിലാവുകയും ജലവും വായുവും മലിനമാവുകയും അതിൻ്റെ ഫലമായി അസുഖങ്ങൾ വ്യാപിക്കപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ ഇതൊക്കെ തീവ്രമായ രീതിയിൽ സംഭവിക്കുമായിരിക്കില്ല. പക്ഷേ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ലോകത്തിലെ ഓരോ ആവാസ വ്യവസ്ഥയും ഭാഗികമായിട്ടെങ്കിലും തകരാൻ അത് ധാരാളമാണ്.
ഇത്തരത്തിൽ വെതർ കണ്ടീഷൻസ് ഒക്കെ ആകെ മാറുമ്പോൾ ലോകത്തിലെ മറ്റു മഴക്കാടുകൾ പതിയെ നശിക്കാൻ തുടങ്ങും. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അത് വീണ്ടും രൂക്ഷമാക്കും. ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കാടുകളിലൊന്നും വീണ്ടും പച്ചപ്പ് വരില്ല. മനുഷ്യൻ വിചാരിച്ചാൽ വേണമെങ്കിൽ കൃത്രിമമായ രീതികളിൽ കാടിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ തനിയെ അവ വീണ്ടും കാടായി മാറില്ല. ഏകദേശം എല്ലാ മഴക്കാടുകളെയും അവസ്ഥ അങ്ങനെ തന്നെയായിരിക്കും. ഫലഭൂയിഷ്ഠമായ മണ്ണ് മുഴുവൻ നഷ്ടമാകുന്നതാണ് അതിൻ്റെ പ്രധാന കാരണം. കാലാവസ്ഥയും മറ്റൊരു കാരണമാണ്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് രൂപം കൊണ്ടത് പല കോടി വർഷങ്ങൾക്ക് മുൻപാണ്. കൃത്യമായ കാലാവസ്ഥകളും അനുകൂല സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അന്ന് ഈ മഴക്കാടിന് രൂപം കൊള്ളാൻ സാധിച്ചത്. ഇത് രൂപം കൊണ്ട കാലത്ത് കരയിലെ നല്ലൊരു ശതമാനവും പച്ചപ്പ് നിറഞ്ഞതായിരുന്നെങ്കിലും പിന്നീട് കാലാവസ്ഥകൾ മാറിയപ്പോൾ ഭൂരിഭാഗം മഴക്കാടുകളും അപ്രത്യക്ഷമായി. രൂപം കൊണ്ട കാലത്തിലെ വെതർ സിസ്റ്റം ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാൻ കഴിയുന്നതിനാലാണ് ആമസോൺ ഇന്നും നശിക്കാതെ നിലനിൽക്കുന്നത്. അതിനു വേണ്ട ക്ലൈമറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് അത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വനം മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആമസോൺ ഒന്നിനും കൊള്ളാത്ത മരുഭൂമി പോലെയായി മാറും. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യ ഇടപെടലുകൾ ഒന്നും ഉണ്ടാകാതിരുന്നാൽ ഒരുപക്ഷെ ഇവിടെ വീണ്ടും പച്ചപ്പ് വയ്ക്കും. പക്ഷേ അതൊരിക്കലും പഴയതുപോലെ മഴക്കാടായിരിക്കില്ല. പകരം ആഫ്രിക്കയിൽ കാണുന്നത് പോലത്തെ വലിയ സവാനകൾ, അതായത് മരങ്ങൾ നിബിഡമല്ലാത്തതും ഇടയ്ക്ക് ധാരാളം പുല്ലുകൾ നിറഞ്ഞതുമായ വനമേഖല ആയിരിക്കും. ഡീഫോറസ്റ്റേഷൻ വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. വനം വെട്ടി നശിപ്പിക്കുന്നവരെയല്ല, ഭാവി തലമുറയെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം ആളുകൾക്കും ഇന്നും ഇതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഡീഫോറസ്റ്റേഷൻ തടയാൻ ഗവൺമെൻറ്റ്സിനും സാധിക്കുന്നില്ല. 2021 യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ 2030 ഡീഫോറസ്റ്റേഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് 100-ൽ കൂടുതൽ രാജ്യങ്ങളാണ് എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. പക്ഷേ 2014 ഇതുപോലെ കുറേ രാജ്യങ്ങൾ ചേർന്ന് 2020 ഡീഫോറസ്റ്റേഷൻ പകുതിയെങ്കിലും കുറയ്ക്കുമെന്ന് എഗ്രിമെൻ്റ് വെച്ചിരുന്നെങ്കിലും 2020 ആയപ്പോഴേക്കും ഡീഫോറസ്റ്റേഷൻ കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, വൻതോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിനാൽ തന്നെ ഈ പുതിയ എഗ്രിമെൻറ്റിന് എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഫ്യൂച്ചർ ജനറേഷൻസിനെ ഒരു ഹെൽത്തിയർ പ്ലാനറ്റ് ഉറപ്പാക്കിക്കൊണ്ട് ഈ ഇൻവാല്യുവബിൾ റിസോഴ്സ് സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ.